ദിവസം നീണ്ടുനിന്ന 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 30 പതിപ്പുകൾ പിന്നിട്ട IFFK വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെ ലോകത്തിനു മുന്നിൽ നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തവണ പതിവില്ലാത്ത പ്രതിസന്ധി മേളയിലുണ്ടായി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അസാധാരണ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അജ്ഞത കൊണ്ടുണ്ടായ സാങ്കേതിക നടപടിയല്ല അതെന്നും 30 വർഷം പ്രായമായ IFFK കൊല്ലാനുള്ള സ്വേച്ഛാധിപത്യ ഇടപെടലാണ് ഇതിനു പിന്നിലെന്നും എന്നാൽ ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 പതിറ്റാണ്ട് പിന്നിടുന്ന IFFK അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഇതിനകം ലോകത്തെ എണ്ണപ്പെട്ട ചലച്ചിത്രമേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇത്തവണ പതിവില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി മേളക്കുണ്ടായി. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. ഇത് കേവലം കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അജ്ഞത കൊണ്ടുണ്ടായ സാങ്കേതിക നടപടിയല്ല. 30 വർഷം പ്രായമായ IFFKയെ ഞെരിച്ചു കൊല്ലാനുള്ള സ്വേച്ഛാധിപത്യപരമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ. ഇത് തിരിച്ചറിഞ്ഞാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാവും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തിന് മുൻപിൽ ഒരു കാരണവശാലും IFFK മുട്ടുമടക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. വിവരങ്ങളുമായി സുലേഖ കൂടി ചേരുന്നുണ്ട്. സുലേഖ, നമുക്കറിയാം ചലച്ചിത്ര പ്രേമികളുടെ ഒരു ഉത്സവം തന്നെയാണ് IFFK എന്ന് പറയുന്നത്. എന്നാൽ ആ ഉത്സവത്തിന് ഒരു കല്ലിടുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ കാണിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കടന്നുകയറ്റം അതുതന്നെയായിരുന്നു ഈ കഴിഞ്ഞ IFFKയിൽ നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കൂടുതൽ വാക്കുകൾ, വിവരങ്ങൾ? എന്തായാലും IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സിനിമകൾ അത് പ്രദർശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനെതിരെ നിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെയാണ് ലോകത്തിന് മുന്നിൽ IFFK നിലനിൽക്കുന്നത്. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടക്കം കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തനത്തിനെതിരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സിനിമ എന്നത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സംരക്ഷിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ബീഫ് എന്ന പേരുള്ള സ്പാനിഷ് സിനിമ അതിന്റെ ആ സിനിമയുടെ പ്രദർശനാനുമതി കേന്ദ്രം നിഷേധിക്കാനുള്ള കാരണം അതിന്റെ ഒരു ബീഫ് എന്നുള്ള പേര് കൊണ്ട് മാത്രമാണ്. ബീഫ് എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സ്പാനിഷിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള പേരാണ് ബീഫ് എന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് ബീഫ് എന്ന സിനിമയ്ക്കുള്ള പ്രദർശനാനുമതി നൽകിയതെന്ന് കൂടി ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ലോക സിനിമയെ പറ്റിയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ അജ്ഞതയുടെ നിർജ്ജലമായ തീരുമാനമാണ് ഇത്തരത്തിൽ സിനിമകൾ റദ്ദ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത് എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും 30 വർഷം പ്രായമായ IFFKയാണ് അതിനെ കൊല്ലാനുള്ള
സ്വേച്ഛാധിപത്യ ഇടപെടലാണ് ഇതിന് പിന്നിലുള്ളത് എന്നതുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. 19 സിനിമകൾക്കാണ് അവസാന ഘട്ടത്തിൽ അനുമതി നൽകാത്തൊരു സാഹചര്യം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ ഈ 19 സിനിമകളും ഈ മേളയിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ 19 എണ്ണത്തിൽ 12 എണ്ണത്തിന് ഉടനടി പ്രദർശനാനുമതി നൽകുന്ന തീരുമാനം. അത്തരത്തിലുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴും 6 സിനിമകൾ IFFKയിൽ പ്രദർശിപ്പിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ പ്രദർശനാനുമതി നിഷേധിച്ചതിനപ്പുറം ഈ വിസ നിരോധിച്ചുകൊണ്ടുള്ള ഇത്തരത്തിൽ ലോക സിനിമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളുടെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഒക്കെ ഈ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിസ അനുവദിച്ചിരുന്നു. ആ വിസയടക്കം തടഞ്ഞു വെക്കുന്ന തരത്തിലുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെയും ലോകത്തിന് മുന്നിൽ രാജ്യത്തിനെ, കേരളത്തിനെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ശ്രമമായി അത് മാറി എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 30ാമത് IFFK അതിന്റെ തിരശീല വീണിരിക്കുന്നു. ഇനി അടുത്ത ഡിസംബറിലേക്കുള്ള കാത്തിരിപ്പാണ്. ഇത്തരത്തിൽ സിനിമാ ഉത്സവത്തിന് തന്നെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തിരശീല വീണിരിക്കുന്നത്. ശ്രീനിധി, അങ്ങനെ 8 ദിവസം നീണ്ടുനിന്ന 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് ഇന്ന് സമാപനം കുറിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.